ധർമ്മസ്ഥലയിൽ നിർണായക നീക്കങ്ങളുമായി SIT. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനെട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സ്ഥലം പരിശോധിക്കാനാണ് ആലോചന. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ധർമ്മസ്ഥലയിൽ നിർണായക നീക്കങ്ങളുമായി SIT സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ 8 മണിക്കൂറാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. പല നിർണായക വിവരങ്ങളും ഇയാൾ ഈ SIT സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് 100ഓളം മൃതദേഹങ്ങൾ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ ഉള്ള 100ഓളം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചു മൂടിയെന്നാണ് നേരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ, ഏത് ഭാഗത്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ SIT സംഘത്തിന് മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഇനി ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ്. അത്തരം ഘട്ടത്തിലേക്ക് SIT സംഘം കടക്കുകയാണ്. ധർമ്മസ്ഥലയിലെ മണ്ണിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ തേടി SIT സംഘം നാളെയോ മറ്റന്നാളോ എത്തും. ഗ്രൗണ്ട് പെനെട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് മണ്ണിനടിയിൽ ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ പരിശോധിക്കുക. അതിനുശേഷം മാത്രമേ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കും. മറ്റ് ഏതൊക്കെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അതും ആലോചനയിലുണ്ട്. ഏതായാലും നിർണായകമായ മൊഴി, ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ നിർണായകമായ മൊഴി അത് രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് മുൻ ശുചീകരണ തൊഴിലാളി ഈ മൊഴി രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ ആരംഭിച്ച് രാത്രി വൈകിയാണ് മൊഴി രേഖപ്പെടുത്തൽ അവസാനിച്ചത്. എന്തായാലും ഇയാൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടാണ് മംഗളൂരുവിലെ കദ്രി പാർക്കിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഈ പ്രവർത്തികളിലേക്ക് സംഘം പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാകും. അതോടുകൂടി ഈ അന്വേഷണ സംഘം പ്രധാനമായും മണ്ണിനടിയിൽ ഉള്ള ഇത്തരം മൃതദേഹാവശിഷ്ടങ്ങൾ അത് സംബന്ധിച്ചുള്ള പരിശോധനയായിരിക്കും പ്രധാനമായും നടക്കുക. നേരത്തെ ഇയാൾ ഇതിന് തെളിവിനായി ഒരു മൃതദേഹാവശിഷ്ടം പുറത്തെടുത്തിരുന്ന ഒരു തലയോട്ടി, ഈ തലയോട്ടിയിലെ മണ്ണും നിലവിൽ ഈ സ്ഥലത്ത് ഇയാൾ പറയുന്ന സ്ഥലത്തെ മണ്ണും തമ്മിൽ ഒരു പരിശോധന നടത്തും. ഇത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനയ്ക്കാണ് SIT സംഘം തയ്യാറാകുന്നത്. ഇപ്പോൾ 2 SP-മാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഒപ്പം CCTV ക്യാമറകളിൽ ഇയാളുടെ മൊഴി അത് റെക്കോർഡ് ചെയ്യുന്ന കൂടിയുണ്ട്. എന്നാലും ഇപ്പോഴും വലിയ സുരക്ഷയിലാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ നടക്കുന്നത്. ഇതിന് ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. DGP, കർണാടക DGPയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക 20-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ 4 IPS ഉദ്യോഗസ്ഥരുണ്ട്, പ്രഗത്ഭരായ DYSP-മാരുണ്ട്. നേരത്തെ പല കേസുകളും അന്വേഷിച്ച് ഇത്തരത്തിൽ തെളിവുകൾ കണ്ടെത്തിയ അല്ലെങ്കിൽ കുറ്റാന്വേഷണ മികവ് ഉള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. എന്താണ് ഈ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നടന്നത്, ആ കാര്യമാണ് ആദ്യം അന്വേഷിക്കുക. ഒപ്പം മറ്റ് തിരോധാന കേസുകൾ, അതും മറ്റ് കൊലപാതക കേസുകളൊക്കെ ഇവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യപടിയായി മണ്ണ് നീക്കിയുള്ള പരിശോധന നാളെയോ മറ്റന്നാളോ നടത്തും. അത് വളരെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ഇത്തരം പരിശോധന നടക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലൊക്കെ സംഘം കടക്കുക. കൂടുതൽ പേർ, അതായത് ഈ സംഘത്തിലെ കൂടുതൽ പേർ നാളത്തോടുകൂടി ധർമ്മസ്ഥലയിലെത്തും. ഇപ്പോൾ മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും 2 ക്യാമ്പുകളാണ് ഈ സംഘത്തിനുള്ളത്. അവിടെ നിന്നാണ് ഈ പ്രവൃത്തികളൊക്കെ ഏകോപിപ്പിക്കുന്നത്. കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഈ തിരോധാന കേസുകളും ഈ സംഘം അന്വേഷിക്കുന്നുണ്ട്. KJ ജോയി, നമ്മൾ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയാണ്. KJ ജോയിയുടെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയെന്ന ആ കേസും SIT സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ അനീഷിൻ്റെ മൊഴി, ഇയാളുടെ മകൻ അനീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. എന്നാലും ആദ്യഘട്ടം എന്ന നിലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലെ സത്യം, എത്ര മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ആരാണ് ഇത് കുഴിച്ചിടാൻ ഇയാൾക്ക് നിർദ്ദേശം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ SIT സംഘം അന്വേഷിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ നിർണായകമാണ് എന്ന് പറയേണ്ടി വരും. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.